അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഡ്രോയിങ് ചാലഞ്ച് ആണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ സ്കെച്ച് ഉണ്ട്, ക്രയോൺസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾക്ക് ഒരു മുമ്പിൽ ഒരു തിങ്സ് കൊണ്ടുവെക്കും. അത് നമ്മൾ നേരെ ഈ ഒരു വൈറ്റ് പേപ്പറിൽ വരച്ചെടുക്കണം. അതിനായിട്ട് സെയിം ആയിട്ട് തോന്നിക്കുന്ന ആൾക്ക് ആ ഗിഫ്റ്റ് കിട്ടുകയും ചെയ്യും. അതിനായിട്ട് ടൈമർ ഇവിടെ വെച്ചിട്ടുണ്ട്. 1.5 മിനിറ്റ് ആണ് കേട്ടോ നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിലൂടെ കൊണ്ടുവന്ന് വെച്ചത് ഒരു ടോക്കി ടോം എന്ന് പറഞ്ഞൊരു ടോയ് ആണ് ഗൈസ്. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല പാടില്ല വരക്കാനുണ്ട്. യെസ് ഗൈസ്, അതിന്റെ കൂടെ കുറെ ഇങ്ങനെ വട്ടത്തില് വെള്ള കളർ ഉണ്ട്. എങ്ങനെ വരക്കാനൊന്നും അറിയില്ല. അപ്പൊ നേരെ ഗൈസ് നമുക്ക് നേരെ ചലഞ്ചിലോട്ട് വിടാം. നമ്മളിവിടെ അതാ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. നീറ്റിലും വരക്കണ്ടേ? വീട്ടിൽ വരക്കണോ ചോദിക്കും. നീറ്റ് വരക്കണോ ക്യാമറമാൻ? ഗൈസ് ഇത് ഏതെല്ലാം വൈക്ക് പോകുന്നുണ്ട്. അതേപോലെ വരച്ചാലേ മറ്റേ സംഭവം ഇതേപോലത്തെ ടോയ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതാ വരച്ചാലേ നമുക്ക് കിട്ടും ടോയ്. അല്ലാണ്ട് കിട്ടും. അതിന്റെ കണ്ണുമൂക്കല് ഞാനൊന്നും അതിനെ വരച്ചിട്ടില്ല. ഇത് നോക്ക്. ടൈം എത്രേ? നീ വർക്ക് ആ 25 സെക്കൻഡ്സ്. കണ്ണുമൂക്കുന്നു മാതാ. കുഞ്ഞാട്ട ഇപ്പൊ അതിൽ പോവോ? നമുക്ക് കിട്ടിയ ടൈമാണ് നമ്മൾ ഇത്രയാണ് വരച്ചത്. ഇത് കുഞ്ഞാറ്റിന്റെ ആണ്, ഇത് എന്റെ ആണ്, ആൻഡ് ഇത് ശ്രീയന്റെ ആണ് കേട്ടോ. ആർക്കാണ് ഇതൊന്നും അറിയില്ല. ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി, പിന്നെ സമയം കിട്ടുന്നില്ല പേരെഴുതാൻ. ഗൈസ് അതിന്റെ കൂടെ ക്യാമറമാൻ പറഞ്ഞു ഇതേ നേരായിട്ട അതിന് കൂടെ പേര് എഴുതാൻ. എന്തെല്ലോ വരച്ചു വെച്ചിനി. നിങ്ങൾക്ക് ആരാണ് നേരെ വരച്ചു വെച്ചത്? ഞങ്ങൾ കണ്ടേ കേട്ടോ. യെസ് ഗൈസ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വരച്ചു വെച്ചതാര്? പറയൂ. ക്യാമറമാൻ ഇതിലൊരു ഷേപ്പ് പറയൂ. ശ്രീയൻ്റെത് ചട്ടിയൊന്നുമില്ല, കണ്ണു മൂക്കൂല. മോൾട്ടി ഇത് കുറച്ച് കളർ ചെയ്തിന്, കണ്ണു മൂക്കൂല. ഇവിടെ ഇല്ല ഒരാളെ കണ്ണു മൂക്ക് നീളത്തിലാണോ? ഗൈസ് അത് ഒരു കാര്യമുണ്ട്. ഇത് അവള് കളർ കൊടുക്കാൻ നോക്കിയത് അറിയാതെ അത് മൂക്കായി പോയതാണ്. അല്ലാതെ അവള് മൂക്ക് അരച്ചതല്ല കേട്ടോ. അത് കളർ കൊടുക്കുന്ന സമയത്ത് മൂക്കില്ല. ഗൈസ് ഇത് മൂക്കില്ല കേട്ടോ. വായി കണ്ണേ ഉള്ളൂ. മൂക്ക് എങ്ങനെ ഇതാർക്ക് കിട്ടും? അങ്ങനെ വലിയ ആളൊന്നും ആവണ്ട കുഞ്ഞല്ലേ. അപ്പൊ ഗൈസ് ക്യാമറ മാന്റെ പ്രകാരം ഞാനാണ് ഇന്ന് വിന്നറെ. ക്ലാപ്പ് അടിച്ചു തരാം. ഗൈസ് ഇത് ക്ലാപ്പ് നടത്തി ക്ലാപ്പ് അടിച്ചു അപ്പൊ ഗൈസ് ഇത് എടുക്കാറുണ്ട്. ക്ലാപ്പ് ക്ലബ് നല്ല മാറി കട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇതിന് വിന്നർ ആയത് ഞാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ടിൽ വന്നത് ഫ്ലവർ ബേസ് ആണ് കേട്ടോ ഗൈസ്. ഈ ടോക്കിംഗ് ടോം കിട്ടിയ സമയം തൊണ്ട് ചേച്ചി താഴെ വെക്കുന്നില്ല. അപ്പൊ
റൗണ്ടിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടില് ടൈമർ വെക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്തല്ലേ കുറച്ചൊക്കെ അറിയുന്നത് അതന്നെ എന്റെ പരിപാടി. ഗൈസ് അത് ബേസ് വരച്ചിട്ടുണ്ട്. ഞാനൊരു കപ്പാണ് ഗൈസ് വരച്ചത്. കപ്പ് പോലത്തൊരു സംഭവം എന്തോ ഒന്ന് ആർക്കറിയാം. സെക്കൻഡ്സ് എത്രയായി? സെക്കൻഡ് 1 മിനിറ്റും 2 സെക്കൻഡും. ഞാൻ ഫ്ലവർ അറിയുന്ന പോലെയാണ് കേട്ടോ ഫ്ലവർ വരച്ചിന്. എനിക്ക് പുല്ലൊന്നും അറിയില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വരട്ട് വെച്ചിട്ട് പൂ വരെ വരെയാണ്. ഞാൻ പൂ മാത്രമായിട്ട് ഇത് വരക്കുന്നു. ബാക്കിയുള്ള കളറുണ്ടായിരുന്നു. ഡെക്കറേഷൻ വലിയ ഡെക്കറേഷൻ. അവന്റെ മോള് ഉണ്ടാണ്ട് ഇതിന് വരക്കാൻ നോക്ക്. സമയം കഴിഞ്ഞാൽ എന്നെ പറയണ്ട. ഒരു ബന്ധവും ഇല്ലാത്ത സംഭവം പറയാൻ പറ്റില്ല. നമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് സെക്കൻഡ് പോയി അറിഞ്ഞിട്ടോ. എന്തോ നമ്മൾ പേരൊക്കെ നീ എന്നെ വെച്ചോ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നോട് ചോദിക്കാം റിസൾട്ട് എങ്ങനെ വെക്കുന്ന അറിയില്ല. നമുക്ക് എല്ലാം കൂടി ഇത് വെച്ച് ഗൈസ് ഈ പിക്ചർ ഓക്കെ, ഈ ഫ്ലവർ വേസ് ഓക്കെ, എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. ഇത് നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും ബന്ധമുണ്ട്. ഒരു ബന്ധമില്ല. ഭാഗ്യ ബന്ധമില്ല കുഞ്ഞേരന് മാത്രം. അതൊക്കെ ഇത് പൂവാണ് ഗൈസ്. ഇത് പൂ പറഞ്ഞിട്ട് ഒട്ടകത്തിന്റെ കാല് പോലെ. അപ്പൊ ഗൈസ് നമുക്ക് ക്യാമറമാനോട് ചോദിക്കാം ആർക്കാണ് ഇഷ്ടപ്പെട്ടത്. ക്യാമറമാൻ കണ്ണനുണ്ട് അവർക്ക്. ഏട്ടന് പോലെ പല്ലിന് കമ്പിട്ടല്ലോ. ഈല് വേഗം 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 ആണുള്ളത്. ഇതെന്ത് ഇതെന്ത് പൂന്ന് തോന്നുന്നില്ല. ഇതെന്ത് ഇതെന്ത് ദാ ഇത് പൂവൻ കൊണ്ട്. ഇതൊക്കെ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. ഇതൊക്കെ ഈല് ഇതെല്ലാം ഉണ്ട്. ഇതിലൊക്കെ ഈലാണെങ്കിൽ ഒരു ഇല പോലും ഇല്ല. എന്റെ ഇലയുണ്ട് പൂവുണ്ട്. അത് ചെന്ന് എനിക്ക് തരാം. പൂ മാത്രമേ ഇതെന്തോ തെറ്റ് വരച്ചിട്ടതോ. സത്യം പറഞ്ഞു സത്യം പറഞ്ഞു സത്യം പറയാ. അതെങ്ങനെ സെക്കൻഡ് റൗണ്ടിലെ വിന്നർ ശ്രീയാണ്. നമുക്ക് ഇത് കൊടുക്കണം എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. എന്നാലും കൊടുക്കേണ്ട ഡൗട്ട് ഉണ്ട്. ഇവരെല്ലാം കൂടി ഒത്തുകളിയാണ്. ഞാൻ പാവം കുഞ്ഞാണ്. പാവം കുഞ്ഞാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ തേർഡ് റൗണ്ടിലേക്ക് കടക്കാം. നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് തുടങ്ങാം. തേർഡ് റൗണ്ട് വന്നത് ഒരു ഓളാണ് കേട്ടോ, ഒരു മൂങ്ങയാണ് കേട്ടോ. ഞമ്മക്കൊരു സംശയം. അതെങ്ങനെ ഗൈസ്
ഞാൻ അന്നത്തെ റൗണ്ടില് ആ ഹോറർ ലോട്ട് ചലഞ്ചില് ഇവർ ഇതേ പണി അറിഞ്ഞിട്ടാണ്. എന്നിട്ട് അവർക്ക് പണി എനിക്ക് കിട്ടിയിട്ട് പോലില്ല കേട്ടോ. പിന്നെ അന്ന് ഞമ്മക്ക് ക്യാമറമാൻ വെച്ചത് അറിഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് ക്യാമറമാൻ അത് കട്ടായിട്ട് പറഞ്ഞത് ഞമ്മളോട്. അതില് കൊറേ ചാലഞ്ച് ടഫും ഉണ്ട് ഈസിയും ഉണ്ട്. ഇവിടെ പറയുന്നൊക്കെ മനസ്സിലാകുന്നില്ല, മനസ്സിലാവണ്ട. പക്ഷെ ഇവിടെ എന്തെല്ലാം പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല. ചേച്ചിന്റെ മലയാള ഭാഷ കോട്ടയിൽ പോയി പറയണം. ഞാൻ ഇംഗ്ലീഷ് കേട്ടോ. എന്താ തേങ്ങ പൊരി പൊരി എടുത്ത് അപ്പൊ നമുക്ക് നേരെ വരക്കാൻ തുടങ്ങാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചിയല്ലേ പറഞ്ഞു അമ്മ വറക്കണ്ടേ? ടൈമർ സ്റ്റാർട്ട് ചെയ്യല്ലേ? ടൈമർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അല്ലാണ്ട് ഇങ്ങനെ തേങ്ങ കളിച്ചു കൊടുക്കരുത്. നമുക്ക് റെഡി 1 2 3 സ്റ്റാർട്ട്. മാത്രം നോക്കല്ല നടുക്ക് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ അതിന് ഒരു വലിയ ക്യാമറമാൻ ഇപ്പൊ രാജിവെച്ച് പോകുക. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് നീ ആയിരുന്നു. ചേച്ചി കാണണം. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി വായ്പൊട്ടിയിരുന്ന ക്യാമറമാനിലൂടെ ഇനി ഇരിക്കും സന്തോഷത്തോടെ. ഇവളെന്റെ അഭിമാനിക്കുന്നുണ്ട്. നീയല്ലേ ചേച്ചി പറഞ്ഞവരല്ലേ. ഇത് മൂങ്ങനെ ആണെന്നൊന്നുമില്ല, ചിലപ്പോ നായക്കുട്ടിയല്ലാവും. നായ്ക്കുട്ടി ആയാലും പ്രശ്നമുണ്ട്. അത് നിനക്കല്ലേ, നമുക്കൊന്നുമില്ല. ക്യാമറമാനോട് ചോദിച്ചോക്കുവാണെങ്കിൽ നായ്ക്കുട്ടിയായ പ്രശ്നമില്ല. ക്യാമറമാൻ പ്രശ്നമുണ്ട്. എന്റെ കൂടെ കഥ അങ്ങനെ വേണം. നെല്ല് വറുക്കണീട്ടില് ചേടാ, ഈ കളറെല്ലാം നമ്മ എന്തിനു കൊണ്ടെന്ന് വെച്ചേ? കളർ കൊടുക്കുന്നില്ല. കൊടുക്കണം. പിന്നെ വെറുതെ കാണാൻ വെച്ചോ. നീ കൊടുത്തിനാ? ഞാൻ കൊടുക്കാണെങ്കിൽ ക്യാമറമാൻ സമ്മതം തരുന്നുണ്ട്. കൊതു പാമ്പ് അടിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. സ്ഥലത്തേയും കൊടുക്കാം. അതിപ്പോഴാണ് ഓർമ്മ വന്നത് പേര്. ഇങ്ങനെയല്ലോ കോലത്തിൽ എഴുതി വെക്കുന്നുണ്ട്. പേരും നീ അല്ലെങ്കിൽ കോലത്തിയല്ലേ? ചേച്ചി കോലത്തിൽ ഉണ്ടെത്തി. മനസ്സിലായതാ? മനസ്സിലായില്ല, നേരത്തെ പറയുന്നതാ. പേര് മാറിപ്പോയതേ ഉള്ളൂ. അത് നിന്റെ പേരായിരിക്കും, നീ പറഞ്ഞിട്ടില്ല. ഉണ്ട് ഗൈസ്. എന്ത് കൊണ്ടുണ്ടോ? നീ കോലത്തി അറിയും. ചേച്ചി നായ ശ്രീയ വരച്ചത്. ഇതാണ് വരച്ചത്. അപ്പൊ നമ്മൾ ക്യൂട്ട് ഗേൾ ആയ ശ്രേയ ഇതാ വരച്ചിട്ടുണ്ട്. ക്യൂട്ടല്ല അതുണ്ട നീ ചേച്ചി. അപ്പൊ ഗൈസ് ക്യൂട്ട് ഗിഫ്റ്റ് ആർക്കാണ് കിട്ടുന്നത്? പറയൂ ഗൈസ്. ഞങ്ങൾക്ക് ഇത് എന്റെ പേര് നേരെ ശ്രദ്ധിച്ചോ? പറയട്ടോ, കുഞ്ഞാറ് പറയട്ടോ, കുഞ്ഞാറ്റ. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണാം.